കേരളത്തിൽ എൻ്റെ അറിവിൽ 5 പാർത്ഥസാരഥി ക്ഷേത്രങ്ങളുണ്ട്. അതിലൊന്നാണ് മുതുവിലാക്കാട് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം. മുതുവിലാക്കാട് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല എന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയാണ്. കേരളത്തിലെ അതിപ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് മുതുവിലാക്കാട് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം. മുതുവിലാക്കാട് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ശാസ്താംകോട്ട പഞ്ചായത്താണ്. അതുപോലെ തന്നെ മുതുവിലാക്കാട് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് എന്ന് പറഞ്ഞാൽ കുന്നത്തൂർ താലൂക്കാണ്. അതുപോലെ തന്നെ മുതുവിലാക്കാട് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ അലങ്കാര ഗോപുരം, അതുപോലെ തന്നെ സേവപ്പന്തൽ, ഇതൊക്കെ ഒന്ന് കാണേണ്ടത് തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ അതുപോലെ തന്നെ ശിവരാത്രി, നവരാത്രി, അതുപോലെ ജന്മാഷ്ടമി, ഇതൊക്കെ ഈ ക്ഷേത്രത്തിൽ നല്ല വിശേഷങ്ങളാണ്. അതുപോലെ തന്നെ മകരവിളക്ക് ദിവസം സമൂഹ നീരാഞ്ജന വിളക്കൊക്കെ ഈ ക്ഷേത്രത്തിൽ നടത്താറുണ്ട്. അതുപോലെ തന്നെ എല്ലാ വർഷവും മീനമാസത്തിലെ രോഹിണി നാളിൽ ഇവിടെ തിരുവുത്സവമായിട്ട് ആഘോഷിക്കാറുണ്ട്, തിരുവുത്സവം ആയിട്ട് കൊണ്ടാടാറുണ്ട്. അതുപോലെ തന്നെ ഈ മുതുവിലാക്കാട് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ 8 ദിവസവും ഉത്സവം കൊണ്ടാടുന്ന ഒരു ക്ഷേത്രമാണ് ഇത്. അതുപോലെ തന്നെ കൊടിയേറി 8ാം നാൾ ഈ ക്ഷേത്രത്തിൽ ഉത്സവമാണ്. അതുപോലെ തന്നെ ഇന്ന് മലക്കുട പോലെയും അല്ലെങ്കിൽ ചെട്ടികുളങ്ങര ഭരണി പോലെയൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ കെട്ടുകാഴ്ചകൾ അണിനിരക്കുന്ന ഉത്സവം കൂടിയാണ് മുതുവിലാക്കാട് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ഉത്സവം. അതായത് മുതുവിലാക്കാട് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ഉത്സവം എന്ന് പറയുമ്പോൾ മീനമാസത്തിലെ രോഹിണി നാളിലാണ്. അതുപോലെ തന്നെ മുതുവിലാക്കാട് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ വീട്. ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്താണ്. ഇവിടെ വൈകുന്നേരമൊക്കെ ടെമ്പിളിലേക്ക് പോകുന്ന ആളുകളൊക്കെ നമ്മുടെ വീട്ടിൽ വന്ന് തുളസിപ്പൂവൊക്കെ പിച്ചിക്കൊണ്ട് പോകാറുണ്ട്. ഞാൻ 2 ദിവസത്തിന് മുമ്പ് മുതുവിലാക്കാട് മുതുവിലാക്കാട് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ തൊഴാനായിട്ട് പോവുകയുണ്ടായി. അപ്പം ഞാൻ വൈകുന്നേരം ദീപാരാധന സമയത്താണ് പോയത്. അപ്പോൾ എനിക്ക് തോന്നിയത് മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ നിൽക്കുകയാണോ എന്നൊരു ഫീൽ എനിക്ക് തോന്നി കേട്ടോ. കാരണം അത്ര കണ്ട് വലിയ സേവപ്പന്തലും അതുപോലെ അത്ര കണ്ട് വലിയ അലങ്കാര ഗോപുരവും ഒക്കെയാണ്. അതൊക്കെ വളരെ വലിയൊരു കാര്യമാണ്. ഇന്ന് കേരളത്തിലെ തന്നെ ഒരു മഹാക്ഷേത്രമായിട്ട് മാറിയിരിക്കുകയാണ് മുതുവിലാക്കാട് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം. അതുപോലെ തന്നെ ഇവിടുത്തെ പ്രതിഷ്ഠ ശ്രീകൃഷ്ണ പരമാത്മാവാണ്. നല്ല പോസിറ്റീവ് വൈബുള്ള ടെമ്പിൾ കൂടിയാണിത്.